സലവാ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും നാസിക്കിൽ നിന്നും സ്നേഹവന്ദനം. നാസിക്കിൽ എന്ന് പറയുന്നതുകൊണ്ട് നാസിക്കിൽ നിന്നും സ്നേഹവന്ദനം. മലയാളികൾ മനസ്സിലാവണമല്ലോ എവിടുന്ന പറയുന്നതെന്ന്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ ദൂരെയാണ് ഈ നാസിക്. അവിടെ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് ഈ വചനം സംസാരിക്കുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഈ നിലയിലെങ്കിലും കണ്ടുമുട്ടുവാനും ഇടപെടാനും കഴിയുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പറയാനുള്ള ആകപ്പാടെ കർത്താവിനെ കുറിച്ചാണ്. മറ്റെന്ത് പറയാനാ? നിത്യതയ്ക്കുള്ള ആ കാര്യങ്ങൾ നമുക്ക് കർത്താവിനോട് ലഭിച്ചിരിക്കുക. അതുകൊണ്ട് കർത്താവിന് നമുക്ക് പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പങ്കിടുന്നത് നമുക്ക് എത്ര അനുഗ്രഹമാണ്. അപ്പം നമ്മൾ ഇന്നലെ ചിന്തിച്ചത് കപടഭക്തിയെക്കുറിച്ചായിരുന്നു. കാരണം വിളിക്കപ്പെടാത്തവരായി രക്ഷയുടെ അനുഭവമില്ലാതെ വീണ്ടും ജനിക്കാതെ തങ്ങൾ ഭക്തരാണെന്ന് നിരൂപിച്ച് അങ്ങനെ ജീവിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു വലിയ കൂട്ടം. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു കൂട്ടത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിളിച്ച് വേർപെടുത്തി. ഞാൻ ഇന്ന് ദൈവവിളിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവവിളി. ഞാൻ യഥാർത്ഥമായും എനിക്ക് ദൈവവിളി ഉണ്ടായോ? എന്നെ ദൈവം വിളിച്ച് കർത്താവിന് വേണ്ടി വേർപെടുത്തിയതാണോ എന്നുള്ളത് അറിയണം. അപ്പം അതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം. ഒരുപാട് വിളി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അതിൽ ചിലരുടെ വിളിയെക്കുറിച്ച് മാത്രം അല്പമായിട്ടൊന്ന് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുക. കാരണം വിശുദ്ധ വേദപുസ്തകം വിളിയിൽ ആരംഭിച്ച് വിളിയിൽ അവസാനിക്കുന്ന ഒരു പുസ്തകമാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഏദൻ തോട്ടത്തിൽ ആദ്യമായിട്ട് ദൈവം ആദാമിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ വ്യക്തമായിട്ടും നിങ്ങൾക്ക് എല്ലാ വാക്യങ്ങളും നിങ്ങൾക്കെടുത്ത് വായിക്കാം. ഞാൻ ആ റെഫറൻസുകൾ മാത്രം പറഞ്ഞ് അങ്ങ് പോകാമെന്ന് വിചാരിക്കുക. എല്ലാ റെഫറൻസുകളും ഞാൻ എടുത്ത് വായിക്കുന്നില്ല. അവരുടെ പേരുകളും ആ സംഭവം അല്പമായിട്ടുള്ളൊരു വിവരണം മാത്രം, സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോഴത്തേക്കും ദൈവം അവിടെ വന്നിട്ട് വിളിക്കുക, ആദാമേ നീ എവിടെ? എല്ലാ ദിവസവും ദൈവത്തിന്റെ കാലത്ത് കേൾക്കുമ്പോൾ ഓടി വരാറുള്ള ആദാമും ഹവ്വയും ഇപ്പോൾ ഓടി മറയുകയാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതല്ല, എന്നാൽ എല്ലാ ദിവസവും ഓടി വരുന്ന ആദാം ഹവ്വമാരിപ്പോൾ ഇതാ ഓടി ഒളിക്കുകയാണ്. കാരണം എന്താണ്? അവര് അനുസരണക്കേട് കാണിച്ചു. ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചു. അവര് നഗ്നരാണെന്നറിഞ്ഞു. അവരാ നഗ്നത മറയ്ക്കാനായിട്ട് അത്തിയില കൊണ്ട് ലൂക്ക ഉണ്ടാക്കി ഉടുത്തു നോക്കി. എന്നാൽ വെയിൽ വന്നപ്പോൾ അതെല്ലാം വാടി കരിഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെ അവർക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയാതെ അവർ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭയപ്പെട്ടു. അപ്പൊ ഇന്നും അനേകരും ദൈവം വിളിക്കുന്നുവെങ്കിലും ദൈവത്തോട് അടുത്ത് വരാൻ കഴിയാത്തത് അവരെ ഭയം ഭരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി ദൈവസന്നിധിയോട് അടുക്കുന്നതിനുള്ള ഒരു വലിയ തടസ്സം അവരിലുള്ള ഭയമാണ്. അവർക്ക് ദൈവത്തിൽ അടുക്കുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ്. അപ്പോൾ നമുക്ക് ഈ ഭയത്തിൽ നിന്നും വിടുതൽ തരുവാൻ കർത്താവ് വേദജ്ഞാനികൾ പറയുന്നത് 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എഴുന്നേറ്റ് വരുമ്പോഴേ തന്നെ ദൈവം പറയുകയാണ്, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ ഈ ഭീതി നിറഞ്ഞ ഈ ലോകത്തിൽ, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ അനേകരും വിവിധ നിലകളിലുള്ള ഭയത്തിന് അടിമകളാണ്. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ദൈവം തന്റെ ജനത്തെ മരണഭയത്തിന് വിടുവിച്ചു. എങ്കിലും അവരെ മറ്റു പല ഭയങ്ങളും ഭരിക്കുന്നുണ്ട്. എനിവേ, നമ്മൾ ഇന്നൊരു ഭയത്തിന് അടിമയാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം ഒന്നാമത്തെ വിളി, ആദ്യം ബൈബിളിൽ കാണുന്ന വിളി ആദമിനെയുള്ള വിളിയാണ്. ആദമേ നീ എവിടെ? ആദവും ഹവ്വായും ദൈവത്തിന് അകലുമ്പോൾ ദൈവഹൃദയത്തിന് എന്ത് ദുഃഖമായിരിക്കും. നമുക്കറിയാം, ദൈവം പേർ ചൊല്ലിയാണ് വിളിക്കുന്നത്.
നമ്മൾ യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേര് ചൊല്ലി വിളിക്കുക എത്ര നല്ല ശ്രേഷ്ഠമായ കാര്യമാണ്. സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, എനിക്ക് നിന്നോടുകൂടെ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കണം. പേർ ചൊല്ലിയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിളി ലഭിച്ചോ എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ ആ വചനം എടുത്ത് വായിക്കുക, ധ്യാനിക്കുക. രണ്ടാമത് നമ്മൾ കാണുന്നത് കായിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ഹാബേലിനെ കായിൻ കൊന്നു. അങ്ങനെ അതിനുശേഷം ദൈവം അവിടെ കടന്നു വന്നിട്ട് കായിനോട് ചോദിക്കുകയാണ്, കായിനെ, ഹാബേൽ എവിടെ? ഉൽപ്പത്തി 4 അധ്യായം 9 വാക്യം ചിന്തിക്കുക. അപ്പോൾ താൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നൊക്കെ പറഞ്ഞ് മറുതലിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന് ദൈവത്തോട് മറുതലിക്കുവാൻ യാതൊരു ഭയമില്ലാത്തൊരു അനുഭവം ഉണ്ടാകുന്നത് പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനമാകുമ്പോഴാണ്. എത്ര ഭയാനകമാണെന്ന് ചിന്തിക്കുക. അപ്പം ആദവും ഹവ്വയും പാപം ചെയ്ത് ആദ്യമുണ്ടായ ഈ മകൻ്റെയും ആ അവസ്ഥ നോക്കുക. അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ് കായിനെക്കുറിച്ച് 1 യോഹന്നാൻ 3 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മറുതലിക്കുന്നവരാണോ? ദൈവം വിളിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ എത്രമാത്രം താഴ്മയോടെ നമ്മൾ ഇടപെടേണ്ടവരാണ്. എന്നാൽ കായിനിലും ആ പാപ സ്വഭാവം, അവൻ്റെ ഹൃദയം എത്രമാത്രം കഠിനമാണെന്നും അവൻ എത്രമാത്രം പാപത്തെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള യുവമക്കളെ, നാം എപ്പോഴും നമ്മുടെ തെറ്റുകൾ നമുക്കറിയാം. സദൃശവാക്യം 28:13 വായിക്കുന്നുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. അപ്പം നമ്മൾ നമ്മുടെ ലംഘനങ്ങളെ നമ്മൾ എങ്ങനെയെങ്കിലും മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് എത്ര വഞ്ചനയാണ്. ദൈവം എല്ലാം കാണുന്നു. ദൈവത്തിന് എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ? എങ്ങനെയുള്ള ദൈവവുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളതെന്നൊന്ന് മനസ്സിലാക്കിയാൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ വിളി. മൂന്നാമതേ നമ്മൾ കാണുന്നത് നോഹയെ വിളിക്കുന്നതാണ്. നമുക്കറിയാം, ലോകം മുഴുവനും പാപമംഗലമായി കഴിഞ്ഞപ്പോൾ ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു. അതിൽ ഒരു വ്യക്തി, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. ഉൽപ്പത്തി 6:8. എന്നിട്ട് ആ നോഹയെ വിളിച്ച് ദൈവം ഒരു വലിയ നിയോഗം കൊടുക്കുക, ഒരു പെട്ടകം തീർക്കണം. ഉൽപ്പത്തി 6 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം തുടർന്ന് വായിക്കാം. അത് ആ ഭാഗത്ത് നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർക്കുവാൻ ദൈവം കൽപ്പിക്കുന്നു. അങ്ങനെ ഒരു വലിയ നിയോഗം കർത്താവ് കൊടുക്കുക. നോഹ അതുപോലെ ചെയ്തു. നമുക്കറിയാം, നോഹയും അവൻ്റെ കുടുംബവും, ആ 8 പേര് മാത്രം, നോഹ, നോഹയുടെ ഭാര്യ, പിന്നെ ഹാം, ഷാം, യാഫേത്ത് എന്ന 3 മക്കൾ, അവരുടെ ഭാര്യമാർ, ഇങ്ങനെ 8 പേർ മാത്രമാണ് ആ ജലപ്രളയത്തിൽ രക്ഷ പ്രാപിക്കാനിടയായത്. അപ്പം ദൈവം നോഹയെ പേർ ചൊല്ലി വിളിച്ചു. നമുക്കറിയാം, അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ദൈവം അങ്ങനെ വിളിച്ചത് തന്നെ ഒരു വലിയ ഉദ്ദേശത്തിലായിരുന്നു. ഒരു പെട്ടകം തീർക്കുവാൻ വേണ്ടിയായിരുന്നു, അവരുടെ കുടുംബത്തിനെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. നോഹ അത് അനുസരിച്ചു. ദൈവം പറഞ്ഞതുപോലെ ചെയ്തെന്ന് ഉൽപ്പത്തി 6:22 ഉൽപ്പത്തി 7:5 പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തു. അപ്പം നമ്മൾ കൃപ ലഭിച്ചവരാണെങ്കിൽ, നമുക്കൊരു നിയോഗം ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? വിളിയിൽ ലഭിച്ചു, നമുക്ക് നിയോഗം ലഭിച്ചു, നമുക്ക് എന്ത് നിയോഗം നമുക്ക് ലഭിച്ചുവെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 8 വാക്യത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്ന വിശദമായ വിവരങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാം. അവിടെ 3 കാര്യങ്ങളാണ് അബ്രഹാമിന് പറയുന്നത്. ഒന്ന്, നീ നിന്റെ കുടുംബത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അങ്ങനെ ഈ 3 കാര്യം ചെയ്താൽ 7 അനുഗ്രഹങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, ദൈവത്തെ അനുസരിക്കുന്നതാണ് അനുഗ്രഹത്തിന് ഏറ്റവും നിദാനം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിളി കേട്ടാൽ മാത്രം പോരാ,
ദൈവത്തെ അനുസരിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവം വിളിച്ചതുപോലെ തന്നെ താൻ അനുസരിച്ച് പുറപ്പെട്ടു. എങ്ങനെയുള്ള ദേശമാണെന്നോ ഏത് ദിശയിലേക്ക് എങ്ങനെ പുറപ്പെടണം അതൊന്നും കർത്താവ് പറഞ്ഞില്ല. എന്നാൽ ദൈവവിളി കേട്ടു, അബ്രഹാം ഉടനെ അതനുസരിച്ചു. ചിന്തിക്കുക, നമുക്ക് ഈ വിളി കേൾക്കുമ്പോൾ നമുക്ക് അനുസരിക്കാനുള്ള മനോഭാവം ഉണ്ടോ? ആരാണ് നമ്മൾ വിളിക്കുന്നത്? സർവശക്തനായ ദൈവം, സകലത്തിൻ്റെ ഉടയവനായ ദൈവം, എല്ലാവർക്കും വേണ്ടി എല്ലാം കരുതുന്ന നല്ല ദൈവം. ഇന്ന് നമുക്ക് അവിടുന്ന് പിതാവ്, എത്ര വലിയ പദവി നമുക്ക് ലഭിച്ചു. അപ്പോൾ അബ്രഹാമിനെ മറ്റൊരിക്കൽ വിളിക്കുന്നത് നമുക്കറിയാം. 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അബ്രഹാമിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് നൽകണം. ഞാൻ പറയുന്ന മലയിൽ കൊണ്ടുപോയി അവന് ഹോമയാഗം കഴിക്കണം. അബ്രഹാം യാതൊരു നിലയിലും ചിന്തിച്ച് മറ്റൊരു തീരുമാനത്തിലേക്ക് പോയില്ല. താൻ അത് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതി, ആ സന്തതി എന്നുള്ളത് ഗലാത്യർ 3:16 പറയുന്നുണ്ട്, അത് ക്രിസ്തു തന്നെ എന്നാണ്. അതുമാത്രം സകല ജാതികളും, ലോകത്തെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അത് നമ്മൾ ഉൽപ്പത്തി 22:18 വായിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ വചനങ്ങളെല്ലാം നമ്മൾ അപഗ്രഥിക്കണം. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിന് നമ്മളോടുള്ള ആ വലിയ സ്നേഹം, ആ കരുതൽ, കരുണ എത്ര വലുതാണ്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടാൻ ഇടയായി. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് ബൈബിളിൽ 3 പ്രാവശ്യം എടുത്ത് പറഞ്ഞിരിക്കുക. നമ്മൾ ചിന്തിക്കുക, ഇന്ന് ആ സ്നേഹിതൻ എന്നുള്ള പദവിയിലേക്ക് ദൈവം തൻ്റെ സഭയെ ഉയർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നന്മകൾ കർത്താവിനെ അനുസരിക്കുന്നതിലൂടെ നമുക്കും നമ്മളിലൂടെ മറ്റനേകർക്കും ലഭിക്കുവാനായിട്ട് ഇടയായി. ഞാൻ 5-ാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മോശയെക്കുറിച്ചാണ്. മോശയുടെ വിളി നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 അതിൻ്റെ 10-11 വാക്യങ്ങളിൽ നമുക്കറിയാം. ഒരിക്കൽ മോശയ്ക്ക് അറിയാമായിരുന്നു താൻ മുഖാന്തരം ദൈവം വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹപ്രകാരം താൻ 40-ാമത്തെ വയസ്സിലൊന്ന് പുറപ്പെട്ടതാണ്. എന്നാൽ ആ പുറപ്പാടിൽ താൻ ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. എന്നാൽ അത് ദൈവത്തിൻ്റെ വഴിയല്ലായിരുന്നു. അതുകൊണ്ട് മോശയ്ക്ക് അവിടെ വിട്ട് ഓടേണ്ടി വന്നു. മിദ്യാനിൽ പോയിട്ട് അവിടെ ഒരു ആട്ടിടയനായിട്ട് ജീവിക്കേണ്ടി വന്നു. 40 വർഷം ആ മരുഭൂമിയിൽ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് താനൊരു ഇടയനെ പോലെ ജീവിച്ചു. തന്നെ ദൈവം താഴ്ത്തി. നോക്കണം, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റണമെന്ന പാത്രമാകണമെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായി മാറണം, വിനയമുള്ളവരായി മാറണം. വലിയ കാര്യമല്ലേ പ്രിയമുള്ളവരെ? താഴ്മയെന്നുള്ളത് നമുക്ക് സ്വയം നേടാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് ദൈവകൃപയാൽ മാത്രം, ദൈവം തരുന്ന ആ പുതിയ ഹൃദയം, ആ പുതിയ മനസ്സ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോശയെക്കുറിച്ച് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മോശ ഭൂതത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് പറയുന്നത്. വളരെ താഴ്മയുള്ളവനായിരുന്നു, വളരെ സൗമ്യനായിരുന്നു. മറ്റുള്ളവരുടെ ഇടപാടുകളിലൊക്കെ താൻ വളരെ സൗമ്യനായിരുന്നു. എത്ര വലിയ സാക്ഷ്യമാണ് ദൈവമക്കളെ! അന്ന് ഭൂതലത്തിലുള്ള സകലരിലും അവൻ സൗമ്യതയുള്ളവനായി മാറി. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാൻ പാകമായെന്ന് കണ്ടപ്പോൾ ദൈവം മോശയെ വിളിച്ച് നിയോഗിക്കുക. എന്നാൽ അന്ന് മോശ പറയുന്നത്, അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ തടിച്ച നാവുള്ളവനാ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഒഴിയാൻ നോക്കുകയാണ്. നോക്കണം, ഒരിക്കൽ താൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞു ഇറങ്ങി. കാരണം താൻ മിസ്രൈമിലെ സകല വിദ്യ അഭ്യസിച്ചവനാണ്. അതുകൊണ്ടല്ലേ ഒറ്റയടിക്ക്, ഇന്നത്തെ കരാട്ട മാസ്റ്റർമാർക്ക് പോലും പറ്റിയില്ലാത്തവർ ഒറ്റയടിക്ക് ഒരുത്തിനെ കൊന്നുകളഞ്ഞു. എത്ര ഭയങ്കരമാണ്! അപ്പോൾ ആ മോശയെ കൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തം ലഭിക്കുവാൻ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു. നമ്മൾ വിളി കേൾക്കുമ്പോൾ നമുക്ക് വിനയപ്പെടുവാൻ, അതിനെ വിധേയപ്പെടുവാൻ, അതനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവിടെ മോശയിലൂടെ വലിയ കാര്യം കർത്താവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും 10 ബാധകളെ അയച്ച് അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമ്മൾ യോശുവയെ വിളിക്കുക.
യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 അതിൻ്റെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവയുടെ നിയമം, എൻ്റെ ദാസനായ മോശെ മരിച്ചു, അടുത്തത് ഇനി നീയാണ് നയിക്കേണ്ടത്. നീ ഒരിക്കലും ശത്രുക്കളെ കണ്ട് ഭയപ്പെടണ്ട, നിന്റെ മുമ്പിൽ ഒരു ശത്രു നിൽക്കുകയില്ല, കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മോശയെ കർത്താവ് പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. അതാ പ്രിയമുള്ളവരെ, വിളി ലഭിക്കുന്നവർക്ക് കൃത്യമായ ഒരു നിയോഗമുണ്ട്. ആ നിയോഗം ലഭിക്കുന്നവർ അതനുസരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതുപോലെ ഇന്നും ജനങ്ങൾ എന്ത് ചെയ്യുക? ഭയപ്പെടുക. എന്നാൽ ദൈവം നമുക്ക് പീഡിതത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് നമ്മൾ എത്ര ബോധവാന്മാരായിരിക്കണം. അപ്പം അതുകൊണ്ട് കർത്താവ് എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്? അതെ, നമ്മൾ അനേകരെ കർത്താവിലേക്ക് നടത്തുവാനാണ്, അനേകരെ ശിഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് കഴിയുന്നുണ്ടോ? നമ്മളെ വിളിക്ക് യോഗ്യമാണോ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കൊരു പരകരമായ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തെമ്പാടും എൻ്റെ സാക്ഷിയാവും. അങ്ങനെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് വീണ്ടും ജനിച്ചെന്നും ആത്മാവ് ലഭിച്ചെന്നൊക്കെ പറയുന്ന പലരും അവർ സാക്ഷിയാകുന്നില്ല. അത് എത്രയോ ദൈവാത്മാവിനോടുള്ള മറുതലിപ്പാല്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളതിന് തയ്യാറല്ല. എത്ര ദുഃഖകരമായ ഒരു അനുഭവം. അപ്പോൾ യോശുവ ഈ ജനത്തെ കനാനിലേക്ക് നയിച്ചു, ദേശങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു, അത് വിവാഹിച്ചു കൊടുത്തു. നോക്കുക, എന്നിട്ട് അവസാനം അവരെല്ലാം വിളിച്ച് പറയുന്ന ആ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. യോശുവ 24:15 അതിൻ്റെ അവസാനം, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. നോക്കുക, അത് താൻ എപ്പോഴും ഒരു യഥാർത്ഥ ദൈവഭക്തനായിട്ട് ജീവിച്ച് കർത്താവിൽ നിദ്ര പറയാൻ ഇടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ വിളി അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. 7-ാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശമൂവേലിനെ കുറിച്ചാണ്. ഇസ്രായേൽ ജനങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവഴി വിട്ട് ഒരു ഏലി പുരോഹിതൻ ഉണ്ടായിരുന്നു. താനും ദർശനം നഷ്ടപ്പെട്ടവനായി, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവനായി, തൻ്റെ മക്കളെ ദൈവപാതയിൽ നടത്താൻ കഴിയാതെ താൻ ജീവിക്കുക. അന്ന് ദർശനമുണ്ടായിരുന്നില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിരുന്നില്ല. അവിടെ ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുക. അതും ഒരു പ്രസവിക്കാത്തവളായ ഹന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ലഭിച്ചതാണ് ശമൂവേൽ. ശമൂവേൽ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിച്ച് ലഭിച്ചവനാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ച ഒരു ശമൂവേൽ അവിടെ ഇസ്രായേലിന് വേണ്ടി, ഒരു പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ല, തന്നിലൂടെ ഒരു ന്യായപാലനം പോലും നടത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എത്ര വലിയ കാര്യം. അപ്പം ശമൂവേലിനെ വിളിച്ചു. 1 ശമൂവേൽ അതിൻ്റെ 3-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. 3 പ്രാവശ്യം വിളിച്ചപ്പോഴും താൻ ഏലിയുടെ അടുക്കലാണ് ഓടി ചെല്ലുന്നത്. എന്നാൽ 3-ാമത്തെ പ്രാവശ്യം ഏലിക്ക് കാര്യം മനസ്സിലായി. കാരണം ശമൂവേൽ വിചാരിച്ചത് ഏലി എന്നെ വിളിച്ചു കാണും എന്ന് വിചാരിച്ചാണ് ഏലിയുടെ അടുക്കൽ ചെന്നത്. എന്നാൽ ഏലി അല്ല വിളിച്ചത്. 3-ാമത്തെ പ്രാവശ്യം ഏലി പറഞ്ഞു, ഇനി വിളിക്കുകയാണെങ്കിൽ യഹോവേ അടിയൻ കേൾക്കുന്നു എന്ന് പറയാം. അങ്ങനെ അവൻ പോയി 4-ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ അവൻ ഇത് പറഞ്ഞു. അവിടുന്ന് കർത്താവ് തന്നോട് സംസാരിക്കുക. നോക്കുക, വിളിയുള്ളവരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. അവരിലൂടെ വലിയ പദ്ധതി ദൈവത്തിനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ഈ വിളി ഉണ്ടായിട്ട് ദൈവവചനം കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിളി നമുക്ക് ഗ്രഹിച്ച് അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? നിശ്ചയമായിട്ടും അത് കഴിയണം. ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ സംസാരം നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ 3-ാം അധ്യായം 7-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും യഹോവയെ ശമൂവേൽ അറിയാതിരുന്നത് തൻ്റെ വചനം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വചനത്തിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവവചനത്തോടുള്ള പ്രതിപത്തി എത്രമാത്രമുണ്ട്? ഇന്ന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിച്ചോ? രാവിലെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ കർത്താവിനെ കേൾക്കണം. അതെങ്ങനെയാ? ഇന്ന് നമുക്ക് നമ്മുടെ ഈ കാതുകൾ കൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ കഴിയും. അങ്ങനെ കർത്താവ് എന്നോട് എന്ത് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കണം. അതിലൂടെ കർത്താവ് എന്നോട് എന്ത് പറഞ്ഞു, അതെന്തനുസരിക്കണം, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്,
അത് നമ്മൾ കേട്ട് അനുസരിക്കണം. ഓരോ ദിവസവും നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നുവെന്ന് എഴുതിയിരിക്കുന്നത് അത് ഭക്തനോടുള്ള ബന്ധത്തിൽ എത്രയോ സത്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് ദൈവശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. അതുകൊണ്ട് ഇവിടെ ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തുടർമാനമായിട്ട് തൻ്റെ വചനത്തിലൂടെ താൻ ഇടപെട്ടുകൊണ്ടിരുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ അന്ന് ഈ തിരുവെഴുത്തുകളുടെ ഒരു വലിയ സമാഹാരം തൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ദൈവം ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ ഉള്ളവർക്ക് എത്ര സാധ്യമാണ്. അവരുടെ കയ്യിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. അല്ല, നമുക്ക് മറ്റുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ കേൾക്കുവാനുള്ള വിവിധ മുഖാന്തരങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. ഞാൻ എട്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ യിരെമ്യാവിനെ ഉള്ള വിളിയാണ്. നമ്മൾ യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ യിരെമ്യാവിനെ വിളിച്ചപ്പോൾ യിരെമ്യാവ് വാസ്തവത്തിൽ ഒഴിവൊഴി പറയുകയാണ്. ഞാൻ ഒരു ചെറിയ യുവാവാണ്, എന്നൊക്കെ പല നിലയിൽ പറഞ്ഞു നോക്കിയെങ്കിലും കർത്താവ് തന്നെ നിയോഗിക്കുക. എനിക്ക് വളരെ കഷ്ടതയുണ്ടായി, വലിയ പ്രതികൂലങ്ങളുണ്ടായി. ഇനി ഞാൻ ഈ സന്ദേശമൊന്നും അറിയിക്കുകയെന്ന തീരുമാനമുണ്ടായി. എന്നാൽ അവിടെയെല്ലാം 20:9 നിങ്ങൾക്കറിയാം, തൻ്റെ ഉള്ളം കത്തുകയായിരുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതായത് സത്യം. പ്രിയമുള്ളവരെ, നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനന് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാതിരിക്കാൻ കഴിയില്ല. എത്ര പ്രതികൂലം ഉണ്ടായാലും. ഞാൻ എൻ്റെ സാക്ഷ്യം പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, യുദ്ധക്കളത്തിൽ പോലും എല്ലാ ദിവസവും ഞാൻ 11 മാസം ആഫ്രിക്കയിലുള്ള മൊസാംബിക് എന്ന ദേശത്ത് കർത്താവിൻ്റെ സാക്ഷിയാകാനായിട്ട് കർത്താവിനെ അയച്ചു. അപ്പോൾ ശാന്തിസേന, UN ഫോഴ്സ്, അവിടെ നിങ്ങൾ ചിന്തിക്കുക, വെറും ഒരു സാധാരണ ജവാനായ എനിക്ക് എല്ലാ ദിവസവും യുദ്ധത്തിൻ്റെ മധ്യത്തിൽ എല്ലാ ദിവസവും കർത്താവ് എനിക്ക് കൂട്ടായ്മ തന്നു. എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. നോക്കുക, എത്ര വലിയ കാര്യമാണ്. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട KJ ജോൺസൺ എന്ന് പറയുന്ന ഒരു ആർമിയിൽ തന്നെ ഓർഡിനറി ക്യാപ്റ്റനായിട്ട് റിട്ടയറായ കുമ്പളങ്ങിയിലുള്ള ആ പ്രിയ സാറ് ഇന്നിപ്പോൾ കർത്താവിൻ്റെ വേലക്കാരനാണ്. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട അനേകർ ഇന്ന് കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്. എത്ര വലിയ കാര്യമാണ് ഇവിടെ. നിങ്ങളിത് വിശ്വസിക്കുമോ? യുദ്ധക്കളത്തിൽ ബൈബിൾ ക്ലാസ്. ഇതൊക്കെ കർത്താവിനോട് കൂടി നിന്നാൽ, കർത്താവ് വിളിച്ചതാണെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കാനായിട്ട് കർത്താവിന് കഴിയും. സാധാരണ നിലയിൽ എൻ്റെ അനുഭവം പറഞ്ഞാൽ, എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളെ വഴികളെ ചിന്തിച്ചാൽ ഇന്ന് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല. ഇതെൻ്റെ അനുഭവം സത്യസന്ധമായ ദൈവത്തിൽ പറയട്ടെ. പലയിടങ്ങളിലും സഭകൾ സ്ഥാപിക്കുവാനും ആ സഭ നടത്തുവാനും കർത്താവ് സഹായിച്ചു. ഹിമാചൽ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ചിന്തിക്കണം, അവിടെയൊക്കെ ഒരു നല്ല കൂട്ടായ്മ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ അതിനേക്കാളും ഭയങ്കരമായി അവർ 2 ആഴ്ച കഴിയുമ്പോൾ മടങ്ങിപ്പോകും. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും അവിടെയുള്ള ലോക്കൽ ആൾക്കാരിൽ 38 പേര് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ഇന്നും അവിടെ ആ കർത്താവിൻ്റെ ആ കൂട്ടമുണ്ട്. ഇത് 91-92 കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കണേ. UL ക്യാമ്പ് ഹിമാചൽ, നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ അവിടെ മാൻസിംഗ് എന്ന് പറയുന്ന ആ സഹോദരനാണ് അവിടെ അത് നടത്തുന്നത്. നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനെല്ലാം സാധ്യം. നമ്മളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവകൃപയാ. യിരെമ്യാവ് ഒഴിയാൻ നോക്കി. യിരെമ്യാവ് പറഞ്ഞില്ല, നീ എൻ്റെ സാക്ഷിയാകണം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കഷ്ടങ്ങളും പ്രയാസങ്ങളുണ്ടായി, വേദനകളുണ്ടായി, അനേക തിക്ത അനുഭവങ്ങളുണ്ടായി. എന്നാൽ കർത്താവ് തൻ്റെ മുഖത്തിനോട് ഉപയോഗിച്ചു. ദൈവമക്കളെ, വിളിയുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ നിശ്ചയമായും അവരിലൂടെ ദൈവത്തിന് വലിയ ചെയ്യാൻ കഴിയും. മറ്റാർക്കും എന്ന് പറഞ്ഞാൽ, നാട്ടിലൊക്കെ പലപ്പോഴും പലരോടും സാക്ഷ്യം പറയുമ്പോൾ ചില പട്ടാളക്കാർ കേൾക്കുമ്പോൾ ഇതെന്തുമാത്രം വലിയ എന്ത് പറയണേ,
നിഗളമാണ് അല്ലെങ്കിൽ പ്രശംസയാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ സത്യത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമേ അവരോട് പറയാറുള്ളൂ. കാരണം അവർക്കൊന്നും ഇത് വിശ്വസിച്ച് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ദൈവകരങ്ങളിൽ ഒരു ഇതിന് ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ സഭയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു വ്യക്തിയെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ അവനെ എത്രമാത്രം മഹത്വവാനായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല എന്ന് ആ ദേവദാസൻ പറഞ്ഞപ്പോൾ അവിടെ അന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നതിൽ ഒരു ചെറുപ്പക്കാരനായിരുന്ന മാർട്ടിൻ ലൂതർ പറഞ്ഞു, കർത്താവേ, എങ്കിൽ ആ വ്യക്തി ഞാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുള്ളൂ ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളിലൂടെ. തന്നെ അത്ഭുതകരമായി 16-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, ഞാനും അത്രേ പറയുന്നുള്ളൂ. ഞാൻ വെറും ആർമിയിൽ ഒരു ജവാൻ മാത്രമായിരുന്നു. എന്നാൽ എനിക്ക് ആർമിയിലായിരുന്നുകൊണ്ട് എല്ലാ സ്റ്റേഷനുകളിലും ഞാൻ പറഞ്ഞില്ലേ, ചണ്ഡീഗഡിലൊരു കൂട്ടായ്മ, ഒരു സഭ ഉണ്ടാവാനായിട്ട് കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ സഭയാണ്, കർത്താവ് ചെയ്തു. കർത്താവിൻ്റെ കൃപയാൽ അതെല്ലാം സാധിച്ചു. ഹിമാചലിൽ സാധിച്ചു. മൊസാംബിക്കിൽ ഈ 11 മാസത്തിനോടകം നല്ലൊരു കൂട്ടത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് സഹായിച്ചു. വീണ്ടും നാസിക്കിൽ വന്നപ്പോൾ ഇവിടെ അനേകയിടങ്ങളിൽ പോയി കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. പോയിടങ്ങളിലെല്ലാം കർത്താവ് കൂട്ടങ്ങളെ ഒരുക്കി. മൻമാഡ്, വൈജാപൂർ, ഔറംഗാബാദ്, അങ്ങനെ പല ഇടങ്ങളിലായി നല്ല നല്ല കൂട്ടങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നുണ്ടായി. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ചെറിയൊരു ആയുസ് നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ കഴിവല്ലല്ലോ, ദൈവത്തിൻ്റെ കൃപയാണ്. പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15:10 പറയുന്നത്, ഞാനായിരിക്കുന്നത് കൃപയാലാകുന്നു, എന്നാൽ ഞാൻ മറ്റെല്ലാവരേക്കാളും അധികം അധ്വാനിച്ചു എന്ന് പറയുവാൻ നമുക്ക് വ്യക്തിഗതമായിട്ട് കഴിയണം. ഏത് പ്രതികൂലത്തിനും മധ്യത്തിലും ഇതൊന്നും അത്ര ലളിതമായി കഴിഞ്ഞ ഒരു കാര്യമല്ല, അനേക പ്രതികൂലത്തിന് മധ്യത്തിലാണ്. എന്നാൽ അവിടെയല്ല കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അത് കർത്താവ് ചെയ്തു. അത് കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയായിരുന്നു. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ യിരെമ്യാവ് ഒഴിയാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധിച്ചില്ല. പിന്നെ നമുക്കറിയാം, കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെ, അതിൻ്റെ 9 ഇവിടെയൊക്കെ വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നതാണ്. എന്തിനാ വിളിച്ചത്? അവർ മനുഷ്യത്തെ പിടിക്കുന്നവരായിരുന്നു. അവരെ മനുഷ്യനെ പിടിക്കുന്നവരാക്കുവാനാണ് വിളിച്ചത്. അവരാ വിളി കേട്ട് അവരെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. അപ്പോൾ ആ വിളികളിൽ മർക്കോസിന് ശേഷം 3-ാം അധ്യായം 13 വരെ 15 വരെ വായിക്കുമ്പോൾ തനിക്ക് ബോധിച്ചവരെ വിളിച്ചെന്നാണ് എഴുതി. തനിക്ക് ബോധിച്ചവരെ, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ. അപ്പോൾ അങ്ങനെ ഉള്ള ആ വിളി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഞാൻ ചിന്തിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവസഭയിലാണോ? നിങ്ങൾ ഈ ലോകപ്രകാരം ഏത് സഭാ വിഭാഗക്കാരനാകുന്നു എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിളി കേട്ടവരാണോ? കാരണം എക്ലീസിയ എന്ന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം. അപ്പം ഞാൻ കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണോ എന്നുള്ള ഒരു അറിവ് നമ്മൾ 2 പത്രോസ് 1:10 വായിക്കുന്നുണ്ട്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. അതേ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം, ദൈവം എന്നെ വിളിച്ചതാണോ? അല്ലെ, പലരും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയും. അനേകരും സൺഡേ വിശ്വാസികളാണ്, ഞായറാഴ്ച മാത്രം കൂടുന്നു. ചിലർ ഇടയ്ക്കൊക്കെ വരും പോകും, പക്ഷെ അവർക്ക് എത്തില്ല, കർത്താവിനുള്ളൊരു ജീവിതമില്ല, അല്ലെങ്കിൽ കർത്താവ് അവരിൽ ജീവിക്കുന്നില്ല. ദൈവസഭയിലുള്ള ഓരോ വിശുദ്ധന്മാരും കർത്താവിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നാം താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. അത് നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയാകുന്നതിലൂടെയാണ്. അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നത്. നമുക്കുള്ള നിയോഗം അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. അവസാനം ഞാൻ ഒരു വാക്യം കൂടെ, ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം എന്ന് നീതി ചെയ്യാറുണ്ട്. ഇതുവരെ ഞാൻ വായിച്ചില്ലല്ലോ. ഞാൻ ഇന്നെല്ലാം ആ സമയക്കുറവ്, എനിക്ക് ഒരുപാട് ഇത് വായിച്ചു വരുമ്പം സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് ഞാൻ വായിക്കാൻ ഞാൻ റോമാലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പോൾ റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിന് പ്രിയരാണ്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാണ്. കാരണം ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് തന്റെ രക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിച്ച് അവർക്കൊരു പുതിയ ഹൃദയം കൊടുത്ത്
അവരുടെ പുതിയ ആത്മാവിനെ നൽകി തൻ്റെ ആത്മാവിനെ അവരുടെ ആത്മാവിൽ പകർന്ന് തൻ്റെ വഴികളിൽ നടത്തുന്നു. എത്ര വലിയ കാര്യമാണ്! അവരെല്ലാം വിശുദ്ധന്മാരാണ്. ചിന്തിക്കുക, നമ്മൾ ഇന്ന് യഥാർത്ഥമായും ദൈവം ഈ തലമുറയിൽ എന്നെ പേർ ചൊല്ലി വിളിച്ചു, ഇന്ന് തൻ്റെ മഹത്വത്തിനു വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ദൈവത്തിന് ഉപയോഗമുള്ളൊരു പാത്രമാണോ? നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 9:15 പൗലോസ്ലീഹായുടെ വിളിയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അനനീയാസിനോട് പറയുന്നുണ്ട്, അവൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. അപ്പം ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ഒരു പാത്രമായി നമുക്ക് തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, എല്ലാ വിശുദ്ധന്മാരും ഞാൻ പറയട്ടെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പാക്കണം. ഞാൻ വെള്ളത്തിൽ മുങ്ങി, ഞാൻ സ്നാനപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കരുതേ. നമ്മൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഒരു നിയോഗമുണ്ട്, നമുക്ക് കൃത്യമായിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. യഥാർത്ഥ സത്യദൈവത്തെ ഉയർത്തി കാണിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന്റെ സുഗന്ധം നാം പരത്തുന്നവരായിരിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിളിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കട്ടെ, ഉറപ്പുണ്ടായിരിക്കട്ടെ. നാഥൻ വരുമ്പോൾ നമ്മളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് ചേർക്കാൻ പോകുകയാണ്. അത് യഥാർത്ഥത്തിൽ തൻ്റെ സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അന്ന് ഞാനും കൂടെ ഉണ്ടാകും. പേർ വിളിക്കുന്ന ആ നേരം എൻ പേരുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മൾ ഈ സമയം പ്രാപിക്കണം. അതിന് യോഗ്യമായ നിലയിൽ ജീവിക്കണം. അതിന് ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ കേൾവിക്കാരായ നിങ്ങൾ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഈ കർത്താവിൻ്റെ നാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.